എത്രയും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പീഡാനുഭവങ്ങളിലേക്കും മരണത്തിലേക്കും പ്രവേശിക്കുന്നതിന് തൊട്ടുമുമ്പ് ജെറുസലേമിലേക്ക് രാജകീയമായി എഴുന്നള്ളുന്ന രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ധ്യാനിക്കുന്നത്. ഈ വചനഭാഗം വെറുമൊരു ചരിത്ര സംഭവമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു സത്യം ഇത് വെളിപ്പെടുത്തുന്നു. സുവിശേഷത്തിൽ നാം വായിക്കുന്നു, യേശു ശിഷ്യന്മാരെ അയച്ച് ഒരു കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരാനായി ആവശ്യപ്പെടുന്നു. ഉടമസ്ഥൻ ചോദിക്കുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞ മറുപടി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ഒരിക്കൽ ഒരു പ്രശസ്തനായ ശില്പി തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു കാട്ടിലൂടെ നടക്കുകയായിരുന്നു. വഴിയിൽ ആരും ശ്രദ്ധിക്കാതെ കിടന്ന വളഞ്ഞു പുളഞ്ഞ ചിതലരിച്ച ഒരു പഴയ മരക്കഷ്ണം ശില്പി കണ്ടു. ശില്പി തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, ഇത് എടുക്കുക, ഇതിനെ എനിക്ക് ആവശ്യമുണ്ട്. ശിഷ്യന് അത്ഭുതം തോന്നി. അവൻ ചോദിച്ചു, ഗുരു, എന്തിനാണ് ഈ പാഴ്വസ്തു? ഇതിനെക്കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുക? ഇതിനേക്കാൾ നല്ല മരങ്ങൾ ഇവിടെയുണ്ടല്ലോ. ശില്പി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെ എനിക്ക് ആവശ്യമുണ്ട്, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അവൻ ശില്പശാലയിൽ മടങ്ങിയെത്തി. ശില്പി മാസങ്ങളോളം ആ പഴയ മരക്കഷ്ണത്തിൽ പണിയെടുത്തു. അതിൻ്റെ ചിതലുകളെ മാറ്റി വളവുകൾ ചെത്തിമിനുക്കി അതിന്മേൽ മനോഹരമായ രൂപങ്ങൾ കൊത്തി. ഒടുവിൽ ആ പഴയ മരക്കഷ്ണം ലോകപ്രശസ്തമായ ഒരു രാജകീയ സിംഹാസനമായി മാറി. രാജാവിൻ്റെ കൊട്ടാരത്തിൽ അത് പ്രതിഷ്ഠിക്കപ്പെട്ടു. ആരും വിലമതിക്കാത്ത ആ പഴയ മരക്കഷ്ണം ഇന്ന് രാജാവിൻ്റെ സിംഹാസനമായി. സുവിശേഷത്തിലെ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുകയായിരുന്നു. യേശുവിനെ വഹിക്കണമെങ്കിൽ അത് അഴിക്കപ്പെടണം. നമ്മുടെ ജീവിതത്തിലും നമ്മെ കെട്ടിയിട്ടിരിക്കുന്ന പാപത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെതോ സ്വാർത്ഥതയുടെയോ ആയ ചങ്ങലകൾ അഴിക്കപ്പെടണം. കർത്താവിന് എന്നെ ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവോടെ നമ്മുടെ കഴിവുകളെയും സമയത്തെയും ദൈവത്തിനായി വിട്ടു നൽകുവാൻ നമുക്ക് സാധിക്കണം. ലോകം വലിയ കുതിരകളെയും ആനകളെയും തേടിപ്പോകുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തത് ഒരു കൊച്ചു കഴുതക്കുട്ടിയെയാണ്. കഥയിലെ ശില്പി പാഴ്മരത്തെ മാറ്റിയെടുത്തതുപോലെ നമ്മൾ എത്ര നിസ്സാരരാണെങ്കിലും കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ അമൂല്യരാണ്. നാം യേശുവിനെ വഹിക്കാൻ തയ്യാറായാൽ അവിടുന്ന് നമ്മെ മഹത്വപ്പെടുത്തും. യേശുവിനെ സ്വീകരിച്ച ജനങ്ങൾ ആർപ്പ് വിളിച്ചപ്പോൾ ഫരിസേയർ അവരെ തടയാൻ ശ്രമിച്ചു. എന്നാൽ യേശു പറഞ്ഞു, ഇവർ നിശബ്ദരായാൽ ഈ കല്ലുകൾ ആർപ്പ് വിളിക്കും. സൃഷ്ടിജാലങ്ങൾ മുഴുവൻ ദൈവത്തെ സ്തുതിക്കാൻ കടപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കാം. പ്രിയപ്പെട്ടവരെ, ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന യേശു നമ്മുടെ ഹൃദയത്തിലേക്കും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതമാകുന്ന കഴുതക്കുട്ടിയെ അവിടുത്തേക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ അഹങ്കാരമാകുന്ന വസ്ത്രങ്ങൾ അവിടുത്തെ പാദങ്ങളിൽ വിരിക്കാം. ഓസാന എന്ന് പാടിക്കൊണ്ട് അവിടുത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവായി സ്വീകരിക്കുവാം. നമ്മുടെ കുറവുകളെയും വൈകല്യങ്ങളെയും ദൈവത്തിന് നൽകിയാൽ ആ ശില്പി നമ്മെ ഒരു രാജസിംഹാസനമാക്കി മാറ്റും. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.